അങ്ങനെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതിയ PKMM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എഡ്രിക്കോടാണ്. നൂറുമേനി വിജയം എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നു, വിജയം കരസ്ഥമാക്കുന്നു. ഇത്തവണ 152 കുട്ടികളാണ് മുഴുവൻ A+മായി വിജയിച്ചു വരുന്നത്. പക്ഷേ അങ്ങനെ വലിയ സന്തോഷമാണ്. വലിയ സന്തോഷമാണ്. കാരണം ഈ ഒരു മാറുന്ന സിലബസിനനുസരിച്ച് ഈ കുട്ടികളെ അതിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമം എന്ന് പറയുന്നത് വളരെ ഹാർഡ് വർക്ക് തന്നെയായിരുന്നു. എന്നാൽ നമ്മളെ കുട്ടികളും നമ്മളെ രക്ഷിതാക്കളും അതിനനുയോജ്യമായി പ്രതികരിച്ചതാണ് ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ കുട്ടികൾ നോമ്പുകാലം കൂടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ കുട്ടികൾക്ക് എങ്ങനെ സ്പെഷ്യൽ ക്ലാസ്സുകൾ കൊടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു റിസൾട്ട് ഇമ്പ്രൂവ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ കുട്ടികൾക്ക് രാത്രി കാരണം നോമ്പ് തുറന്ന ശേഷം വരെ ക്ലാസ്സുകളായിരുന്നു. അങ്ങനെ അത്രയും തീവ്രമായ പരിശീലനത്തോടു കൂടി തന്നെയാണ് കുട്ടികൾ ഇതിലേക്ക് എത്തിച്ചുള്ളത്. അത് വലിയ സന്തോഷമുണ്ട്. മികച്ച വിജയമാണല്ലോ. മികച്ച വിജയമാണ്. കാരണം ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് മാറി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ്റെ പാറ്റേണുകൾ മുഴുവൻ മാറി. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് മുഴുവൻ കുട്ടികൾക്കും കുറച്ച് പ്രയാസത്തിലാണ് അനുഭവപ്പെട്ടത്. വാലേഷന് പോയ അനുഭവം ഉള്ളത് കൊണ്ട് പറയുകയാണ് A+ൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു. നോക്കിയപ്പോഴേ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. അതുപോലെ തന്നെ തോൽവിയും ഉണ്ടായിരിക്കും എന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉന്നത വിജയം, പ്രതീക്ഷയേക്കാൾ ഉന്നത വിജയം ഞങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ നല്ല ഒരു ഹാർഡ് വർക്കാണ്. മാനേജ്മെൻറ്റിൻ്റെയും HMൻ്റെയും മറ്റുള്ള എല്ലാവരുടെയും കൂട്ടായ പ്രയത്നം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഉന്നത വിജയം കിട്ടാൻ സാധിച്ചത്. തന്നെയാണ് ഇപ്പോൾ കുട്ടികളൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മധുരങ്ങൾ പങ്കുവെച്ചും അങ്ങനെ അവർ ആഘോഷത്തിൽ പങ്കുവെക്കുന്ന കാഴ്ചയാണ് മക്കൾ. അങ്ങനെ വലിയ വിജയം കരസ്ഥമാക്കിയാണ്. എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. അത് ടീച്ചേഴ്സും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിജയത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. എങ്ങനെയുണ്ട്? നല്ല എത്ര മാർക്ക്? എങ്ങനെയാ മാർക്ക് അറിഞ്ഞില്ല. ഇല്ല നല്ല നോമ്പുകാലൊക്കെ ആയതുകൊണ്ട് ചെറിയ പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു പഠിക്കാൻ. അത്യാവശ്യം പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ടീച്ചർമാരൊക്കെ സപ്പോർട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പഠിക്കാനും അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഉഷാറാക്കി. അത്യാവശ്യം എക്സാം ഒക്കെ ആഘോഷമാക്കിയിട്ടാണോ എഴുതിയത്? അല്ല, പഠിച്ച് കുറച്ച് ടഫ് ഉണ്ടായിരുന്നു. പുസ്തകം മാറിയതിൻ്റെ സിലബസ് മാറിയതിൻ്റെ അങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും ഇത് പറഞ്ഞ പോലെ ടീച്ചർമാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇത്രയെങ്കിലും എത്തിയത്. കുട്ടികൾക്ക് പറയാനുള്ളത് അല്പം പ്രയാസമുണ്ടായിരുന്നു പരീക്ഷ. പക്ഷേ കൃത്യമായി ട്രെയിനിങ്, കൃത്യമായ പഠന രീതി അധ്യാപകർ തന്നതുകൊണ്ട് ഞങ്ങൾ കൃത്യമായി എഴുതി എന്നുള്ളതാണ്. അങ്ങനെ ഉഷാറാക്കി എഴുതി. ഉഷാറായിട്ട് വലിയ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അതെ കുറെ കാലത്തെ കാത്തിരിപ്പിന് കുറെ കാലം കാത്തിരുന്നു ഇപ്പോൾ ഈ റിസൾട്ടിന് വേണ്ടി. സന്തോഷം. മുമ്പ് കാലത്തൊക്കെ വലിയ പ്രയാസമായിരുന്നു. പ്രയാസമായിരുന്നു. മുമ്പ് കാലത്ത് നമ്മൾ ഈ നോമ്പെടുത്തിട്ടൊക്കെ വരുന്ന കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല പ്രയാസം. എന്നാലും നല്ല അടിപൊളിയായിരുന്നു. എന്തായാലും കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അധ്യാപകരൊക്കെ ലഡു വിതരണം ചെയ്യുന്നുണ്ട്. ലഡു ടീച്ചറെ ഉഷാറല്ലേ? വിജയം എങ്ങനെയുണ്ട് ടീച്ചറെ? അങ്ങനെ മികച്ച വിജയം കരസ്ഥമാക്കി. മികച്ച വിജയം കരസ്ഥമാക്കി ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. കുട്ടികളുടെ 1 മുതൽ 10 വരെയുള്ള വർഷക്കാലത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ്. അതിൻ്റെ ഒപ്പം അധ്യാപകരും രക്ഷിതാക്കളും മാനേജ്മെൻറ്റും നമ്മുടെ സമൂഹവും ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിജയം കൈവരിക്കാൻ പറ്റിയത്. ഇനി എല്ലാ മക്കളും നന്മയോടുകൂടി മനുഷ്യ സ്നേഹമുള്ളവരായി സമൂഹത്തിന് നന്മ ചെയ്യുന്നവരായി വളരാൻ വേണ്ടി എല്ലാവരോടും ആശംസിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും. ഇനിയും അവരുടെ തുടർന്നുള്ള ഏത് പ്രവർത്തനങ്ങൾക്കും കൂടെ ഉണ്ടാവും എന്നുകൂടി പറയുകയാണ്. വരും വർഷങ്ങളിലും ഇതുപോലെയുള്ള വിജയം പ്രതീക്ഷിക്കുന്നു. ഈ കുട്ടികളുടെ ഈ വിജയത്തിന് പുറകിലൊക്കെ അധ്യാപകരുടെ അധ്വാനം ഉണ്ട് എന്നുള്ളത് വെറുതെ പറയുന്നതല്ല. രാത്രിയും പകലും എന്നില്ലാതെ തുടർച്ചയായ പഠന രീതികൾ അവർ കൊണ്ടുവന്നു. കൃത്യമായി കുട്ടികൾക്ക് മികച്ച വിജയം കരസ്ഥമാക്കാൻ വേണ്ടി കഴിഞ്ഞു. 2030 കുട്ടികളാണ് ഇത്തവണ PKM HSS സ്കൂളിൽ പരീക്ഷ എഴുതിയിട്ടുള്ളത്. പക്ഷേ അതിൽ ഏകദേശം 99.80% വിജയമാണ് സ്കൂളിന് കരസ്ഥമാക്കാൻ പറ്റിയിട്ടുള്ളത്. എന്തായാലും വലിയ ആഘോഷത്തിൽ തന്നെയാണ്, വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഓരോ അധ്യാപകരും വിദ്യാർത്ഥികളും ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തുടർന്നും അവരുടെ പഠനത്തിന് വേണ്ട എല്ലാ സഹായവും കൂട്ടായി നിന്നുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അധ്യാപകർ പറഞ്ഞു വെക്കുന്നുണ്ട്.